ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. പാറുവും ഗാർഗിയും കാണാതെ ICUവിൻ്റെ ഉള്ളിലേക്ക് ഡോക്ടറുടെ വേഷത്തിൽ കയറിപ്പോവുകയാണ് പ്രതാപൻ. അങ്ങനെ പ്രതാപൻ ശേഖറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഓക്സിജൻ മാസ്ക് ഊരാൻ ശ്രമിക്കുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നു. ഇത് കാണുന്ന പ്രതാപൻ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം ശേഖറിനെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുകയാണ്, നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇദ്ദേഹം കോമയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഒരാഴ്ച, ഇല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വരെ നീണ്ടു നിന്നെന്ന് വരാം. എപ്പോൾ തിരികെ ഇദ്ദേഹം ജീവിതത്തിലേക്ക് വരുമെന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. ഇത് കേൾക്കുന്ന പാറുവും ഗാർഗിയും വിഷമത്തോടെ നിൽക്കുകയാണ്. അതേസമയം ഇതൊക്കെ കേൾക്കുന്ന പ്രതാപന് സന്തോഷമാകുന്നു. ഇനി എന്താണെങ്കിലും ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇയാളിനി ബോധത്തിലേക്ക് വന്നിട്ട് വേണ്ടേ എന്ന് പ്രതാപൻ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാലിന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജാസ്മിനും കൂടാതെ സുശീലയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് വിശാലിനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം. ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടുന്ന കാര്യമെല്ലാം ഭയങ്കര പ്രശ്നമായിരിക്കുമെന്ന് ജാസ്മിൻ പറയുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ജാസ്മിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സുശീല. അതേസമയം തന്നെ പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, നിങ്ങൾ എവിടെ പോകുന്നെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ വിശാലിനെ കാണാനാണെന്നും വിശാലിനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കണമെന്നും ജാസ്മിനും സുശീലയും കൂടി പറയുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, ഇവരിപ്പോൾ സ്റ്റേഷനിലേക്ക് പോയാലേ അത് അപകടമാണ്. ഇവരെങ്ങനെയെങ്കിലും വിശാലിനെ പുറത്തിറക്കും, അത് പാടില്ല. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ പോയാൽ തന്നെ വിശാലിനെ കാണാനും സാധിക്കില്ല. വിശാൽ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുമെന്ന് അവരോട് കള്ളം പറയുകയാണ് പ്രഭാവതി. ഇത് കേൾക്കുന്ന സുശീലയ്ക്കും ജാസ്മിനും സന്തോഷമാകുന്നു. അങ്ങനെ അവരെല്ലാം അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. കമ്മീഷണർ വിശാലിനോട് പറയുകയാണ്, അതെ, ആ ശേഖരൻ ജീവൻ മരണ പോരാട്ടത്തിലാണെന്നാ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ സാധിച്ചത്. മിക്കവാറും അയാൾ ചാകാൻ തന്നെയാ സാധ്യത. അപ്പോഴേ നിന്റേത് കൊലപാതക കുറ്റമാ. ഞാൻ അങ്ങനെ FIR എഴുതാൻ പോവുകയാണെന്ന് കമ്മീഷണർ പറയുമ്പോൾ വിശാൽ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരോ പറഞ്ഞിട്ട് എനിക്കെതിരെ ഇതെല്ലാം കരുതിക്കുട്ടി ചെയ്യുന്നതാണെന്നാ. നീ എൻ്റെ നേരെ സംസാരിക്കാൻ മാത്രമായോ എന്ന് ചോദിച്ചുകൊണ്ട് വിശാലിനെ പിടിച്ച് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് കമ്മീഷണർ. അതേസമയം ഒരു കോൺസ്റ്റബിള് ഫോറൻസിക് റിപ്പോർട്ടുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അത് നോക്കുന്ന കമ്മീഷണർക്ക് സന്തോഷമാകുന്നു. അയാൾ വിശാലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, വിശാലേ, സാധാരണ രീതിയിൽ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാനേ ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. പക്ഷേ ഇത് സ്പെഷ്യൽ റിക്വസ്റ്റ് കാരണം തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. താൻ എന്താ പറഞ്ഞത്? തൻ്റെ ബുള്ളറ്റ് അല്ല ശേഖരമേനോൻ്റെ ദേഹത്തുള്ളതെന്നോ? എങ്കിലേ തൻ്റെ ബുള്ളറ്റ് തന്നെയാ ശേഖരമേനോൻ്റെ ദേഹത്തുനിന്ന് കിട്ടിയത്. അതിൻ്റെ തെളിവായി കിട്ടിയത്. ഇത് കേൾക്കുന്ന വിശാല് ഞെട്ടലോടെ കമ്മീഷണറെ നോക്കുകയാണ്. എന്താണെങ്കിലും വിശാലേ, നിനക്കെതിരെ തെളിവുകളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഒന്ന് കാര്യമായിട്ട് എനിക്ക് ചോദ്യം ചെയ്യണം. അത്രയും പറഞ്ഞുകൊണ്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി വിശാലിനെ അടിക്കുകയാണ് കമ്മീഷണർ. അതേസമയം ഇത് കണ്ടുകൊണ്ട് വരുന്ന പാറു ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് പാറു കരഞ്ഞുകൊണ്ട് വിശാലിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. പാർവതി, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, വിശാൽ സാർ, സാറിൻ്റെ ഇങ്ങനത്തെ അവസ്ഥയിൽ എനിക്ക് കാണാൻ വയ്യ. ഇവരെ ആരാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? പുറത്തിറങ്ങി പോകാൻ കമ്മീഷണർ പറയുമ്പോൾ ഞാൻ പോകത്തില്ലെന്ന് പറയുകയാണ് പാറു. അതേസമയം കമ്മീഷണർ വനിതാ കോൺസ്റ്റബിളിനെ വിളിക്കുകയാണ് പാറുവിനെ പിടിച്ചു പുറത്താക്കാനായി. ശേഖര മുത്തശ്ശനെ വിശാൽ സാർ അല്ല വെടിവെച്ചതെന്നും ശേഖര മുത്തശ്ശൻ അത് ഞങ്ങളോട് പറഞ്ഞതാണെന്നും പാറു പറയുമ്പോൾ കമ്മീഷണർ പറയുകയാണ്, അതുതന്നെയാണല്ലോ ഇയാളും വന്നപ്പോൾ തൊട്ട് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതേ ഫോറൻസിക് റിപ്പോർട്ടാണ്. അതിൻ്റെ അകത്ത് പറയുന്നതും വിശാലിൻ്റെ തോക്കിലെ ഉണ്ട തന്നെയാ ശേഖറിൻ്റെ ദേഹത്ത് കൊണ്ടതെന്നാണ്. വിശാൽ സാറിനെ വെറുതെ വിട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനും ഞാൻ ഇവിടെ നിന്നല്ലെങ്കിൽ പോകില്ലെന്നും പാറു കരഞ്ഞുകൊണ്ട് കമ്മീഷണറോട് പറയുകയാണ്. നീ പോയില്ലെങ്കിൽ നിന്നെ ഇറക്കിവിടാൻ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കമ്മീഷണർ. അങ്ങനെ കമ്മീഷണർ പാറുവിനെ പിടിച്ച് പുറത്താക്കുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പാറു ഒരു സ്ത്രീയുമായിട്ട് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. സാർ എന്താണ് കുറച്ചു മുമ്പ് ഈ പെൺകുട്ടിയോട് കാണിച്ചതെന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നീ ആരാണെന്ന് കമ്മീഷണർ ചോദിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് രാധിക. എന്താണാവോ വരവിൻ്റെ ഉദ്ദേശമെന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ സാർ അല്പം മുമ്പ് ഈ പെൺകുട്ടിയോട് എന്താ കാണിച്ചതെന്ന് സാർ ആദ്യം മറുപടി പറയാൻ രാധിക പറയുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് വിശാലിൻ്റെ വല്യമ്മ ലളിതാദേവി പറഞ്ഞിട്ടാണ്. സാറ് കേട്ട് കാണുമല്ലോ ലളിതാദേവിയെക്കുറിച്ചും അവരുടെ സ്വാധീനത്തെക്കുറിച്ചും. എനിക്കറിയേണ്ടത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിശാലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്നാണ്. തുടർന്ന് താൻ കണ്ട കാര്യമെല്ലാം കമ്മീഷണർ പറയുമ്പോൾ പാറു പറയുകയാണ്, ഇല്ല മേഡം, അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ ശേഖര മുത്തശ്ശന് വെടികൊള്ളുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നതാ. വിശാൽ സാർ അല്ല വെടിവെച്ചത്. ശേഖര മുത്തശ്ശനും അതെന്നോട് പറഞ്ഞതാണ്.
തുടർന്ന് നിയമസാധുതകളെല്ലാം പറഞ്ഞ് കമ്മീഷണറെ കൊടുക്കുകയാണ് അഡ്വക്കേറ്റ് രാധിക. എന്താണെങ്കിലും ഈ കേസിന് വിശദമായ ഒരു അന്വേഷണം തന്നെ ആവശ്യമാണ്. വിശാലിന്റെ തോക്കിൽ നിന്നും ബുള്ളറ്റ് ആരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിലോ എന്നൊക്കെ രാധിക പറയുമ്പോൾ ഇതൊക്കെ കേട്ട് പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് കമ്മീഷണർ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.